ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ആർക്കിടെക്ചർ ഓഫ് പവർ ബി ഐ. അതായത് പവർ ബി ഐൻ്റെ ആർക്കിടെക്ചറാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടെയും നമുക്ക് പഠിക്കാൻ വരുന്നത്. അതായത് ഈ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയറിനെ അതിലേക്ക് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൺഡ്രഡ്സ് ഓഫ് ഡാറ്റ സോഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ഡാഷ്ബോർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ ഹൺഡ്രഡ്സ് ഓഫ് ഡാറ്റ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മേ ബി എക്സൽ, SQL സെർവർ, ക്ലൗഡ്, സെയിൽസ് ഫോഴ്സ്, എന്ത് ERPകൾ, കസ്റ്റമൈസ്ഡ് ERPs, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഡാറ്റ സോഴ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ ബി ഐയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ വൺസ് വി കണക്റ്റഡ് ടു പവർ ബി ഐ, ഈ ഡാറ്റ സോഴ്സുകൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ബി ഐയിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് ആ ഡാറ്റയെ നമുക്ക് വേണ്ട രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഷ്വൽസ് അതുപോലെ തന്നെ ഡാഷ്ബോർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. വൺസ് നമ്മൾ പവർ ബി ഐയിൽ നമ്മൾ ഡാഷ്ബോർഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പബ്ലിക്കിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്തുള്ള മാനേജേഴ്സിനൊക്കെ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പവർ ബി ഐ സർവീസ് എന്നുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പവർ ബി ഐ ഡെസ്ക്ടോപ്പിനെ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാഷ്ബോർഡിനെ നമുക്ക് പവർ ബി ഐ സർവീസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് പവർ ബി ഐ ഗേറ്റ്വേസ് യൂസ് ചെയ്യണത് ഒരുപാട് പർപ്പസുകൾ, അതായത് അവിടെ നമുക്ക് റീഫ്രഷ് ചെയ്യണം, അതായത് ഇപ്പോൾ നമ്മുടെ ഡാറ്റ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് റീഫ്രഷ് ചെയ്യണം, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യണത് ഈ പവർ ബി ഐ സർവീസിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന പവർ ബി ഐ ഗേറ്റ്വേ എന്നുള്ള ആ ഒരു ടൂൾസാണ് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണത്. നമ്മൾ വൺസ് പവർ ബി ഐ സർവീസിലേക്ക് നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ പവർ ബി ഐ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ്സ് ആയിട്ടും നമുക്ക് അതുപോലെ തന്നെ സെക്യൂർഡ് ആയിട്ടുള്ള വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാഷ്ബോർഡ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് വളരെ സെക്യൂറായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാഷ്ബോർഡുകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അതേസമയം നമുക്ക് പബ്ലിക്കിനൊക്കെ വ്യൂ ചെയ്യേണ്ട ചില ഡാഷ്ബോർഡുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഇമെയിലായിട്ട് ഇല്ലാതെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിന് നമുക്ക് ഡയറക്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇതിനകത്ത് ഈ ഷെയറിങ്ങിനകത്ത് നമുക്ക് സെക്യൂർ ആയിട്ടുള്ള വേലും നമുക്ക് അൺസെക്യൂർ ആയിട്ടുള്ള വേലും നമുക്ക് ഷെയർ ചെയ്യുന്ന ഇത് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ സർവീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് പവർ ബി ഐ ആർക്കിടെക്ചർ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് പവർ ബി ഐൻ്റെ പാർട്സ് നമുക്ക് നോക്കാം. അതായത് മെയിൻലി 4 പാർട്സ് ആണുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.